നമസ്കാരം. 2ാം വർഷ ഹയർ സെക്കൻഡറി മലയാള പാഠ്യപുസ്തകത്തിലെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അത് പ്രശസ്ത എഴുത്തുകാരൻ, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന കൃതിയുടെ വിവർത്തനമാണ്. പ്രശസ്ത എഴുത്തുകാരി ചന്ദ്രമതി ടീച്ചറാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേരും അങ്ങനെ തന്നെയാണ്, പ്രകാശം ജലം പോലെയാണ് എന്നാണ്. അപ്പോ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ ലാറ്റിൻ അമേരിക്കയുടെ രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും അദ്ദേഹം കൃതികളിലൂടെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ 1967 അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്, 67 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്, 100 Years of Solitude എന്നാണ് അതിന്റെ പേര്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1982 നോബൽ പ്രൈസ് ലഭിച്ചത്. അതുപോലെ ഈ കൃതി പ്രസിദ്ധീകരിച്ചതോടെയാണ് അദ്ദേഹം ഏറെ പ്രശസ്തനായതും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ കൃതിയുടെ പ്രസിദ്ധീകരണത്തോടെ, ഈ ഒരു 100 Years of Solitude എന്ന നോവലിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ് തന്റെ ദാരിദ്ര്യം മാറിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതര ഭാഷകളിലെ സാഹിത്യ കൃതികൾ, നാഴികക്കല്ലുകളായ സാഹിത്യ കൃതികൾ പരിചയപ്പെടുക എന്നത് ഒരു വ്യക്തിയുടെ സൗന്ദര്യ ബോധ വികാസത്തിന് അനിവാര്യമാണ്. ഇപ്പൊ ലോകം അംഗീകരിച്ച, അല്ലെങ്കിൽ ലോകം ആദരവോട് സ്നേഹിച്ച ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. അദ്ദേഹത്തിന്റെ ഒരു രചനാ സങ്കേതമായ മാജിക്കൽ റിയലിസം എന്ന ആവിഷ്കാര തന്ത്രത്തെ ലാറ്റിൻ അമേരിക്കൻ കൃതികളുടെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് എന്ന് നമുക്ക് പറയാം. കേരളത്തിലെ പാരമ്പര്യത്തിൽ നമ്മൾ കേട്ടതും പരിചയിച്ചതുമായ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മാർക്വസിന്റെ കൃതികളിൽ നമ്മൾ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. അപ്പോ ഈ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ മനസ്സിലാക്കുക, പരിചയപ്പെടുത്തുക മാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തില് മാതാപിതാക്കൾക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ള അങ്ങനെ ഒരു അത്തരത്തിൽ ബന്ധപ്പെട്ട ഒരു വായന കൂടി, ഒരു നിരീക്ഷണം കൂടി നമുക്ക് ഈ പാഠത്തില് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ പാഠം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. പദ്യഭാഗങ്ങൾ വിശദീകരിക്കുന്നത് പോലെ ഓരോ വരിയുടെയും ആശയം വിശദീകരിക്കേണ്ട കാര്യം കഥയിലില്ല. അപ്പൊ നല്ല ഒരു വായന, ഈ കഥ തന്നെ നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാന്ത്രികത നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലുന്നതായിട്ട് കാണാം. കഥ നന്നായിട്ട് വായിക്കുക. ഇനി നമുക്ക് പാഠത്തിന്റെ അപഗ്രഥനം ഒന്ന് നോക്കാം. കടലും കപ്പലും ധാരാളമുള്ള തുറമുഖ നഗരമായിരുന്നു കാഡ്ജിനി. അപ്പോ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ 9 വയസ്സുകാരൻ ടോട്ടോയും 7 വയസ്സുകാരൻ ജോവലും അവരുടെ കുട്ടിക്കാലം കഴിച്ചു കൂട്ടുന്നത് കാഡ്ജിനയിലാണ്. വള്ളം വെക്കാൻ ഷെഡും അതുപോലെ കപ്പലുകൾ അടുപ്പിക്കാൻ, ബോട്ട് അടുപ്പിക്കാനുള്ള സ്ഥലവും വിശാലമായ മുറ്റവും ഒക്കെയുള്ള സ്ഥലമായിരുന്നു കാഡ്ജിനയിൽ അവരുടെ വീട്. പക്ഷെ ഇപ്പോഴവര് താമസിക്കുന്നത് പരിഷ്കൃത നഗരമായ മാൻഡ്രിഡിലാണ്. യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാൻഡ്രിഡിലാണ് അവരിപ്പോഴ്. ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ 5ാമത്തെ നിലയിലാണ് അവര് താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 5ാമത്തെ നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് അച്ഛനമ്മമാർക്കൊപ്പം അവർ കഴിയുന്നത്. ഇപ്പോ കടൽമുറ്റത്തിന്റെ വിശാലതയിൽ നിന്നും ചലനാത്മകതയിൽ നിന്നും ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ ആ കൃത്യചതുരത്തില് ഒതുങ്ങുകയും അതുപോലെ നിശ്ചലതയും ഒക്കെയുള്ള ആ ഒരു അന്തരീക്ഷം
അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ ഒരു പറിച്ചു നടലിലൂടെ ആ ഒരു പറിച്ചു നടലിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് കഥ ആരംഭിക്കുന്നത്. ഈ ഒരു പ്രവാസത്തിൻ്റെ സന്ത്രാസത്തെയാണ് കഥ ഇവിടെ അടയാളപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ മാർക്കോസ് ഈ കഥയിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. കുട്ടികളിൽ കളങ്കത്തിന്റെ അംശം കുറയും, അല്ലേ? മനുഷ്യനിർമ്മിതമായ കപട ജീവിതത്തില് അവർക്ക് ഏറെ നേരം തുഴയേണ്ടി വന്നിട്ടില്ല എന്നതാണ് കാരണം. അപ്പോ ആ ഫ്ലാറ്റിൽ എത്തിയ പാടെ അവർ അച്ഛനമ്മമാരോട് ചോദിക്കുന്നത് ഒരു തുഴവള്ളമാണ്. ഫ്ലാറ്റിനുള്ളിലാണെങ്കിൽ പോലും അവരുടെ ഭൂതകാലത്തെ ജൈവ ചോദനകളെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം. അപ്പോൾ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടിയും എലിമെന്ററി സ്കൂളിൽ നല്ല മികവ് പുലർത്തിയാൽ തുഴവെള്ളം വാങ്ങിക്കൊടുക്കാം എന്നവര് പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മനസ്സ് നിറയെ, കുട്ടികളുടെ മനസ്സ് നിറയെ തുഴവെള്ളവും അതുപോലെ കഴിഞ്ഞ കാലത്തിലെ കടൽ വെള്ളവുമാണ്. അങ്ങനെ അവര് അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി പഠിക്കുന്നു. എലിമെന്ററി സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്ക് ഉള്ള അവാർഡും വാങ്ങിക്കുന്നു. നല്ല രീതിയിൽ വിജയിക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു നല്ല വിജയം കരസ്ഥമാക്കിയത് കൊണ്ട് തന്നെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ പോലും അച്ഛൻ അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുക്കുന്നു. അപ്പോ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? കുട്ടികളുടെ ആഗ്രഹങ്ങളും അഭിരുചികളും മനസ്സിലാക്കിയിട്ട് അതിനോട് അതിൻ്റെ ഒരു അഭിപ്രേരണ ഉണർത്തിയിട്ട് അവരുടെ ആ കുട്ടികളുടെ ആന്തരികമായ അഭിപ്രേരണ ഉണർത്തി അവരെ പഠനത്തിലൊക്കെ പ്രചോദിതരാക്കാനായിട്ടും താല്പര്യമുണർത്താനും ഒക്കെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു ആന്തരിക പാഠം കൂടി നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഉള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കാൻ കൊള്ളാം. ആ തരത്തിലൊക്കെ വേണം ഈ കഥയെ സമീപിക്കാനായിട്ട്. വള്ളം വെക്കുന്നത് ഫ്ലാറ്റിലെ കാർ ഷെഡിലാണ്. അപ്പം മുകളിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ കുട്ടികൾ അത് അനുസരിക്കുന്നില്ല. വളരെ പണിപ്പെട്ട് കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടവർ ആ വള്ളത്തെ മേളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവരുടെ മുറിയിൽ അതിനെ എത്തിക്കുന്നു എന്നാണ്, വേലക്കാരിയുടെ മുറിയിൽ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ അവര് എന്താണ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അവർക്ക് ഈ വള്ളം എന്ന് പറയുന്നത് വെറും ഒരു കളിക്കോപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സമ്മാനം കിട്ടിയ ഒരു ഉപകരണമോ എന്നുള്ളതല്ല. പിന്നെ അവരുടെ കഴിഞ്ഞ ജീവിത മുദ്രകൾ പേറുന്ന ഒരു രൂപം, ഒരു അഭയ രൂപമായിട്ടാണ് നമുക്കവിടെ അതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനിടയില് വീട്ടില് കവിതാ ചർച്ച നടക്കുന്ന കൂട്ടത്തില് ടോട്ടോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, സ്വിച്ച് ഇട്ടാൽ എങ്ങനെയാണ് ബൾബിൽ നിന്ന് പ്രകാശം വരുന്നതെന്ന്. അപ്പൊ അദ്ദേഹം മകന് കൊടുക്കുന്ന മറുപടി, ടാപ്പ് തുറക്കുമ്പോൾ എങ്ങനെയാണോ വെള്ളം വരുന്നത് അതുപോലെയാണ് പ്രകാശം സ്വിച്ച് ഇട്ടാൽ വരുന്നത് എന്ന്. അപ്പൊ പ്രകാശം ജലം പോലെയാണ് എന്നുള്ള ഒരു ഭാവനയിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹം ആ കുട്ടിയെ. അപ്പൊ അവിടെ മുതലാണ് കുട്ടിയുടെ മനസ്സിൽ അത് തറയ്ക്കുകയും അപ്പൊ അതിലേക്ക് പിന്നീട് ആ ഒരു ഭാവനാത്മകമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അവിടെ മുതലാണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ മാജിക്കൽ റിയലിസത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സങ്കേതം അവിടെ പ്രയോജനപ്പെടുത്തുന്നത് മാർക്കോസ്. അപ്പോ കുട്ടിയെ ആ ഒരു ഭാവനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരർത്ഥത്തിൽ അച്ഛനല്ല, ആഖ്യാതാവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഭ്രമാത്മകതയുടെ അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുകയാണ്. യാഥാർത്ഥ്യമല്ല, സയന്റിഫിക്കായിട്ട് തെളിയിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സത്യം അവിടെ ഇല്ലെങ്കിൽ പോലും സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഭാവനയ്ക്ക് കഴിയും എന്നുള്ള ഒരു വസ്തുത കൂടി നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിക്കുന്നുവെന്നും ആ പ്രകാശ ജലത്തിൽ കുട്ടികൾ വള്ളം തുഴയുന്നു എന്നൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
ഇവിടെയൊക്കെ അവർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് കിട്ടാതെ കഴിഞ്ഞു പോയ അവരുടെ ആ ഒരു ജൈവ പ്രകൃതിയെ വീണ്ടെടുക്കുകയാണ്. ആ ഒരു ജൈവ പ്രകൃതിയെ വീണ്ടെടുക്കുക എന്ന യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് മാന്ത്രികമായ ഒരു കൽപ്പന കൊണ്ടുവരികയാണ് അവിടെ പ്രകാശജലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയും തീരുന്നില്ല മാന്ത്രികതയുടെ പ്രവാഹം. വീണ്ടും അവര് ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു പ്രകാശജലത്തില് മുങ്ങി തപ്പുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവര് അച്ഛനമ്മമാരോട് ആവശ്യപ്പെടുന്നുണ്ട്, മുങ്ങൽ സാമഗ്രികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അവരൊന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും ഒന്നാം സെമസ്റ്ററിൽ നല്ല വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വാങ്ങിച്ചു കൊണ്ടുവരുന്ന അവരെ പ്രതീക്ഷിച്ച് അവരെ കാത്തിരിക്കുന്നത് മുങ്ങൽ സാമഗ്രികൾ അടങ്ങുന്ന പെട്ടികളായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കുട്ടികളുടെ പഠന പ്രോത്സാഹനത്തിന്, പഠന നിലവാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉയർത്തുന്നതിന് മാതാപിതാക്കൾക്കുള്ള പങ്ക് ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോ അവര് ഈ പറഞ്ഞ പ്രകാശജലത്തില് മുങ്ങിത്തപ്പി കാണാതെ പോയ പലതിനെയും കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അവിടെയും നമുക്ക് എന്ത് ഊഹിക്കാം? അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതിനെ അവരവിടെ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോ തികച്ചും സ്വാഭാവികമായ ഒരു ജീവിത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ഭാവനയും സർഗാത്മക ചിന്തയും ഉണരുകയുള്ളൂ. അതൊക്കെ നമുക്കിപ്പോ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ വർഷാവസാനത്തില് നല്ല കുട്ടികൾക്കുള്ള, മാതൃകാ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങിക്കൊണ്ടുവന്ന അവരോട് അച്ഛനും അമ്മയും ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പൊ കുട്ടികളുടെ മറുപടി തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ, അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പാർട്ടി നടത്തണമെന്ന് മാത്രമായിരുന്നു. അച്ഛൻ പറയുന്നുണ്ട് അവർക്ക് പക്വത വന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നൊക്കെ. അപ്പൊ കുട്ടികളുടെ ഭാവനാത്മകമായ ലോകത്തെ വികസിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാനും വിജയങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ മാതാപിതാക്കൾക്ക് നല്ല പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഇവിടെ ഓരോരുത്തർക്കും നമുക്ക് പ്രധാനമായിട്ട് കാണാവുന്നതാണ്. അതൊക്കെ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്തത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവര് കുട്ടികളെ വീട്ടിലേക്ക് വരികയും ഇവരെല്ലാവരും കൂടി വന്നിട്ട് വീട്ടിലുള്ള എല്ലാ ബൾബുകളും ഒരുമിച്ച് പ്രകാശിപ്പിച്ചുവെന്നും പ്രകാശത്തിന്റെ ഒരു പ്രവാഹം തന്നെ അവിടെ ഉണ്ടായി എന്നുമാണ്. ഫ്ലാറ്റിന് പുറത്തേക്കും അതിങ്ങനെ കുതിച്ച് ഒഴുകി പെയ്തിറങ്ങി എന്നാണ്. പുറത്തുള്ള ആളുകളെല്ലാം ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു നിന്നു. അങ്ങനെ അവര് പ്രകാശത്തിന്റെ ആ ഒരു പ്രവാഹത്തില് വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും അതിലിങ്ങനെ ഒഴുകി നടന്നു എന്നാണ്. ഫ്രിഡ്ജും ടിവിയും അതുപോലെ വർണ്ണമത്സ്യങ്ങളും ഒക്കെ. പിന്നെ പറയുന്നത് മത്സ്യങ്ങൾ മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത് എന്നാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയി എന്നും ടോട്ടോ പിന്നെ എന്താണ് വിളക്കുമാടം അന്വേഷിച്ചു പോയി എന്നും ജോബലാണെങ്കിൽ പടിഞ്ഞാറൻ നക്ഷത്രത്തെ അന്വേഷിച്ചു പോയി എന്നുമൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മത്സ്യം മാത്രം അവിടെ അവശേഷിച്ചു, ജീവനോടെ അവശേഷിച്ചു എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? മത്സ്യത്തിന്റെ ജൈവ ഇടമാണ് ജലം എന്നുള്ളത്. പ്രകാശത്തിന്റെ ജലമാണ് അല്ലെ. അപ്പൊ മത്സ്യം മാത്രം അവശേഷിച്ചു എന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഇവിടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? സാധിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന അവരുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളെയും ഭൂതകാല സന്തോഷങ്ങളെയും ഒക്കെ ഭാവനയിലൂടെ തിരിച്ചു പിടിക്കുന്ന ആ കുട്ടികളുടെ രീതിയാണ്. വെള്ളമോ കടലോ ഒന്നുമില്ലാത്ത മാഡ്രിഡ് നഗരത്തെ പ്രകാശത്തിന്റെ ജലത്തിൽ മുങ്ങിക്കുളിപ്പിച്ചു എന്നാണ്. പ്രകാശജലത്തില് ഇങ്ങനെ ഒഴുകി നടന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അവിടെ മാഡ്രിഡിനെ എന്താക്കി മാറ്റുകയായിരുന്നു? കാഡ്ജിനെ ആക്കി മാറ്റുകയായിരുന്നു കുട്ടികൾ. അപ്പൊ അവരുടെ ആ ഫ്ലാറ്റിൽ മാത്രം
ഉണ്ടായ ഫ്ലാറ്റിനുള്ളിൽ ഉദിച്ച ആ ഒരു ഭാവന വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ വിശാലമായ സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതായിട്ട് ആ ഭാവനയെ കൂടുതൽ അനിർവചനീയമായ തലത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ശാസ്ത്രത്തിന്റെ മുന്നിൽ അയുക്തികമായ സത്യത്തെ ഭാവനയുടെ മാന്ത്രികതയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഒരനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നഷ്ടപ്പെട്ട കാഡ്ജിനയെ മാന്ത്രിക കൽപ്പനയുടെ പേശീബലത്തിൽ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട കാഡ്ജിനയെ തിരിച്ചു പിടിക്കുന്ന ഇടത്താണ് മാർക്വസ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ കഥ, പാഠഭാഗം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.